ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ട പൊരിച്ചയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് ഒരു സവോളയും 2-3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അതൊന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ നമ്മളൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതാ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്ന സമയത്ത് നന്നായിട്ട് പഴുത്ത ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തു. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് നമ്മുടെ തക്കാളിയൊക്കെ സവോളയൊക്കെ നന്നായി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം മുട്ടയിലേക്ക് ആവശ്യമായ കുറച്ച് കുരുമുളക് പൊടി അതുപോലെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുട്ട ഒഴിച്ച ഉടനെ തന്നെ ഇളക്കി കൊടുക്കാതെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നതിനനുസരിച്ച് ഇളക്കി കൊടുക്കാം. നമ്മൾ ഒഴിച്ച പാട് തന്നെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ അങ്ങ് കുഴഞ്ഞു പോകും. ഈ മുട്ട ചെറുതായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടുന്നതാണ് ഈ മുട്ട പൊരിച്ചയുടെ ഒരു ടേസ്റ്റ്. ഇനി മൊത്തത്തിൽ നമ്മുടെ മസാലയും മുട്ടയും കൂടെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ സമയത്ത് ചെക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.